ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഡയറക്ടറായ ഡിജോ ജോസ് ആന്റണിയും റൈറ്ററായ ഷാരിസ് മുഹമ്മദ് ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻസ് ബായ്ക്ക് എന്നുള്ളൊരു ഹാസ്യം നിറഞ്ഞ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റോടുകൂടി ഒരു പ്രതീക്ഷ നൽകിയ നിവിൻ പോളി തിരിച്ചു വരാൻ പോകുന്നു. അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സ്ഥിരം ട്രാക്ക് അയാളുടെ സേഫ് സോൺ ട്രാക്കിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ലേബലിലൂടെ ഒരു പ്രതീക്ഷ നൽകിയ ഒരു ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പം ചിത്രം റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ചൂടാണ് പുറത്ത്. നമ്മുടെ റൂമിൽ AC ഒന്നുമില്ല, ഫാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ടാണ് ഫാൻ ഇടാതിരിക്കുന്നത്. ക്ഷമിക്കുക. അപ്പം മലയാളി ഫ്രം ഇന്ത്യ, ഡിജോ ജോസ് ആൻ്റണി എന്ന ഡയറക്ടർ, ക്യൂൻ, ജനഗണമന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്യുന്ന ചിത്രം. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് മലയാളികൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചിത്രം. അദ്ദേഹത്തിൻ്റെ അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ മെയിൻ ഉദാഹരണമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷന് ഫസ്റ്റ് ഷോയ്ക്ക് കിട്ടിയ കയ്യടി എന്ന് പറയുന്നത്. അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മലയാളികൾ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ പ്രതീക്ഷകളോടുകൂടി വന്ന ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ സേഫ് സോണിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള ലേബലിലൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടതും. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ റൈറ്ററായിട്ടുള്ള ഷാരിസ് മുഹമ്മദ് എനിക്കൊരു പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈറ്റർ കൂടിയാണ്. എന്തോ ഒരു പവറുണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ. അങ്ങനെ കുറേ പ്രതീക്ഷകളോടുകൂടി തിയേറ്ററിലേക്ക് വന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എടുത്ത ഒരു ചിത്രമാണെന്ന് എൻ്റെ ഡയറക്ടർ ഫസ്റ്റ് സിനിമ ടൈറ്റിലിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഒരു ആവറേജ് അനുഭവം, അല്ലെങ്കിൽ ആവറേജിന് താഴെ നിൽക്കുന്ന അനുഭവം മാത്രമാണ് എനിക്കുണ്ടായത്. എന്തുകൊണ്ടങ്ങനെ എന്നുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഹാഫിൽ കുറേ കോമഡിയും കാര്യങ്ങളും എല്ലാം കലർത്തിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ധ്യാൻ ശ്രീനിവാസനാകട്ടെ, നമ്മുടെ നിവിൻ പോളി ആകട്ടെ, ഇവർ രണ്ടുപേരുടെ കോമ്പിനേഷനൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്നാമത്തെ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അവരുടെ പെർഫോമൻസുകൾ, അവരുടെ ഡയലോഗ് ഡെലിവറികൾ, അവരുടെ ഒരു കോമ്പിനേഷന്, കെമിസ്ട്രി, ഇതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കുറച്ച് ഓവറായി തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ജു പിള്ളയുടെ പ്രസൻസ് ആണെങ്കിലും ചിലയിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഹാസ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹാഫിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് സമൂഹത്തിനെ മോശമാക്കുന്നത്, അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ വേർതിരിപ്പിക്കുന്നത്, അതുപോലെ ഓരോ ആൾക്കാരിലേക്ക് വിഷം എങ്ങനെയാണ് കുത്തിവെക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയാൻ ശ്രമിച്ചതെങ്കിലും, അതൊക്കെ ഒരു പർപ്പസ്ഫുള്ളി പറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിനെ എടുത്തു വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ ഇല്ലാത്ത ഒരു അനുഭവം പലയിടങ്ങളിലും തോന്നി. കോമഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. ആ ഒരു സെക്ഷനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. അതുപോലെ തന്നെ പാട്ടുകൾ, ചിത്രത്തിൽ കൃഷ്ണ സോങ് എന്ന് പറയുന്നൊരു പാട്ട് ഇറങ്ങിയിരുന്നു. അനശ്വര രാജിൻ്റെ കാര്യം, ഒരു ക്യാരക്ടർ തന്നെ ഈ സിനിമയിൽ വേണമായിരുന്നോ എന്നുള്ളൊരു വേറൊരു ചോദ്യമായിട്ട് നിൽപ്പുണ്ട്. കാരണം ഒന്നും തന്നെ ചെയ്യാനില്ല. ആ ഒരു പാട്ടും പിന്നെ ഒരു 2 സീനിൽ ഒന്ന് വന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ആ ക്യാരക്ടറിന് ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു പാട്ട്, കൂടാതെ വേറൊരു ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട്, അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി കുറച്ച് ലെങ്ത് കൂട്ടാൻ വേണ്ടി ചെയ്ത പോലെ പലയിടത്തും ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പോകുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഒരു ആടുജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുള്ള ഒരു ആടുജീവിതം എന്നുള്ള രീതിയിൽ പറയാം. അത്തരത്തിൽ ഞാൻ ഒരിക്കലും ഇതിന് സ്പോയിലറായിട്ട് പറയല്ല. ഇതിൻ്റെ അകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഈ പോസിറ്റീവ് സൈഡുള്ള ഒരു ആടുജീവിതത്തിനെ കാണാം. അല്ലെങ്കിൽ ഒരു പിക്കറ്റ് 43, നമ്മൾ പൃഥ്വിരാജിൻ്റെ തന്നെ പിക്കറ്റ് 43 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ ഇതിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ ആ രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് കണ്ട് മറന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതുമയൊന്നും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് തോന്നിയില്ല. പക്ഷേ ഓവറോൾ ഈ ചിത്രത്തിൽ പറയാൻ ഉദ്ദേശിച്ച ഒരു മെയിൻ കാര്യമുണ്ട്. അതൊരു ഗംഭീര സാധനമായിരുന്നു. അത് പറയാൻ വേണ്ടി ഈ 2, 2.5 മണിക്കൂർ എടുത്തു എന്നുള്ളതിലാണ് എനിക്കൊരു വിഷമം തോന്നിയത്. കാരണം അത് ആദ്യം മുതലേ ഒന്ന് കൺവേ ചെയ്ത് എവിടെയെങ്കിലും പോവുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് അവസാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നിയിരുന്നു. ഇമ്പാക്റ്റ് ഇപ്പം ഇല്ലാന്നല്ല, പക്ഷേ ഇമോഷൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ, ഇപ്പം ഞാൻ നേരത്തെ റിവ്യൂ പറഞ്ഞിരുന്നു, വിനീത് ശ്രീനിവാസൻ ചില ഇമോഷൻസ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും.
എന്ന് പറയുന്ന പോലെ ലിജോ ജോസ് ഈ ഗൂസ് ബംപ്സ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് കില്ലാടിയാണ്. അങ്ങനെ ഗൂസ് ബംപ്സ് ഉണ്ടാക്കുന്ന കുറച്ച് സീനുകൾ ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെയായിട്ട് വെതറി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പത്രങ്ങളിലാകട്ടെ, ന്യൂസിലാകട്ടെ, ഫോണിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആവട്ടെ, ഇങ്ങനെയൊക്കെ കണ്ടു മറന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ, കേരളത്തിൽ നടന്ന ഒരുപാട് ഇൻസിഡൻറ്റുകളെ എല്ലാം കോർത്തിണക്കിയിട്ട് ഈ ചിത്രത്തിൽ അവിടെ ഇവിടെയായിട്ട് വെതറി വെച്ചിട്ടുണ്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെതറിയിട്ട് ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞു പോകുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു ഫ്ലോ അവിടെ വല്ലാണ്ട് മിസ്സായി പോകുന്നതായിട്ട് പലയിടങ്ങളിലും തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കതൊരു ആവറേജ് അനുഭവം മാത്രമായിട്ടാണ് എനിക്കിത് മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു ഫീൽ ചെയ്തത്. നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഞാൻ പോസിറ്റീവ്സും കൂടി കലർത്തിയാണ് ഞാൻ പറഞ്ഞത്. ഇനി പോസിറ്റീവായിട്ട് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സിമ്പിളായിട്ട് അദ്ദേഹം ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അത് ഈ പറയാതെ ഈ ഡയലോഗില്ലാതെ മൈൻഡ് വോയിസിൽ അദ്ദേഹം കുറേ സംസാരിക്കും. അത് പുള്ളിയുടെ ഒരു ടെക്നിക്കാണ്. ആ സാധനങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷനും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പുള്ളിയുടെ റോള് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, എന്നാൽ ഈ മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു സംഭവം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. എന്നാൽ ഒരു ആവറേജ് മട്ട് പിടിച്ച് പുള്ളിയുടെ കാര്യം ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഷാരിസ് മുഹമ്മദ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറേ ഇൻസിഡൻറ്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ നമ്മൾ കണ്ട, റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ന്യൂസുകളുണ്ടായിരുന്നു. നമ്മളെ മലയാളിയെ അഭിമാനം കൊള്ളിച്ച കുറേ സാധനങ്ങൾ. അതൊക്കെ ഇതിൻ്റെ അകത്ത് അവിടെ ഇവിടെ അങ്ങിങ്ങായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടായിട്ട് അത് നല്ല രീതിയിൽ പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ട് പറയുന്നു. പക്ഷെ അതിൻ്റെ നേരെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ്. അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ നെഗറ്റീവായിട്ട് ഇതിൻ്റെ ഫ്ലോനെ പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സ് ഈ ചിത്രത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. 2007 2020 വേൾഡ് കപ്പ് കാണിച്ചിട്ട് അതിൽ ഇന്ത്യ സ്പോയിലറല്ല, തോക്കുന്നതായിട്ട് കാണിക്കുകയും എന്നിട്ട് അതിൽ ബുംറ ബോൾ എറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ഡയലോഗ് വെക്കുമ്പോൾ, അപ്പോൾ അത് ഏത് യൂണിവേഴ്സിൽ എപ്പം ബുംറ എപ്പോഴാണ് ക്രിക്കറ്റിലേക്ക് വന്നതെന്നും കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് വട്ടായി പോകും. 2007 കളിയും കാണിച്ചിട്ട് അതിൽ ബുംറയുടെ പേര് പറയുമ്പം നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ, ക്രിക്കറ്റ് കളി കാണുന്ന ഒരാൾ പ്രേക്ഷകൻ എന്നുള്ളത് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് ഈ ഡീറ്റെയിലിങ്ങിൽ അല്ലെങ്കിൽ ലോജിക്കൽ മിസ്റ്റേക്സിൽ കുറേ പോയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇനിയിപ്പം സിനിമയുടെ OTT റിലീസിന് ശേഷം ഇതെല്ലാം ഒരു ട്രോളായിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. താല്പര്യമുള്ളവർ കാണുക. എനിക്ക് ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്ന റൈറ്ററോടും ഡിജോ ജോസ് എന്ന് പറയുന്ന ഡയറക്ടറോടും നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറോടും ഉള്ളൊരു ക്രേസ് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ സിനിമ പോയി കണ്ടത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിവിൻ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. ഡിജോ ജോസിൻ്റെ മേക്കിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ സാധനമാണ്. ചെറിയ കാര്യത്തിനെ വരെ വളരെ സൂപ്പറായിട്ട് പുള്ളി പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷാരിസ് മുഹമ്മദിൻ്റെ റൈറ്റിംഗ് അത്ര പവർഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാം പ്രതീക്ഷയും കൊണ്ടാണ് ഞാൻ കണ്ടത്. പക്ഷെ എന്നെ ഒരു ആവറേജ് അനുഭവത്തിൽ മാത്രം നിർത്തിയ ഒരു നിരാശയുണ്ട് എനിക്ക്. കുറച്ചും കൂടി ഗംഭീരമാക്കാമായിരുന്നു. ഒരിക്കലും ജനഗണമന എന്ന് പറയുന്ന സിനിമയായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല. കാരണം അതൊരു കടൽ പോലെയാണ്. അതിൻ്റെ അത് എടുത്തു വെച്ചിരിക്കുന്നതാകട്ടെ, അതിൻ്റെ കഥയുടെ ഡീറ്റെയിലിങ്സിലാകട്ടെ, എല്ലാത്തിലും അവർ അത്ര ആഴത്തിൽ പോയിരുന്നു. ഇവിടെ എവിടെയൊക്കെയോ മിസ്സിങ് സംഭവിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. അവധി സമയമാണ്. നല്ല നല്ല സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും തിയേറ്ററിൽ ചിരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടിട്ട് ആരും സിനിമ കാണാതെയോ കാണുകയോ കാണാതിരിക്കുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കാണാം. ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയൊരു ചാനൽ എന്തായാലും ഉടനെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുന്ന, സിനിമ സംബന്ധം മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ മാത്രം, ട്രാവല്, ഫുഡ്, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പുതിയൊരു ചാനൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേഷൻ വഴിയെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇപ്പം തരുന്ന സപ്പോർട്ട് ആ ചാനലിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇപ്പം സൈൻ ഔട്ട് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.